ഒരു കണക്കിന് പറഞ്ഞാൽ ഇപ്പൊ ഈ അടുത്ത് ഈ ന്യൂസിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു മനുഷ്യനുണ്ട്. എനിക്കറിയില്ല, മറ്റേ ആ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ട്രോളൊക്കെ അനുഭവിച്ച ഒരാളുണ്ട്. ഈ ന്യൂസിൽ എന്നിട്ട് അവസാനം തോളിൽ കൈയിട്ടിട്ടേ ഒക്കെ ഡെയിലി ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതേപോലെ അതിന് പല പേരും പറയാറുണ്ട്. ഞാനത് വ്യക്തികളുടെ പേരുമായി ചേർത്ത് വെക്കണോണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ഈ മറ്റുള്ളവർ ചെയ്തതിന്റെ ഒക്കെ ക്രെഡിറ്റ് എടുക്കാനാണ് ചുരുക്കത്തിൽ പറയാനുള്ള പരിപാടി. അതാണ് ശരിക്കും പൊതുവിൽ ഇവർ ചെയ്യാറുള്ള ഒരു പണി. ഇപ്പോ ഈ ചോദ്യത്തുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്, ഈ പള്ളിയല്ല പണിയണം പള്ളിക്കൂടം ആയിരം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം. ഇത് കേൾക്കുമ്പോൾ ശരിക്ക് നമുക്ക് തോന്നുന്നത് എന്താണ്, പള്ളികളൊക്കെ പണിതോട് ഇങ്ങനെ നടന്നാൽ പോരാ, ഇവിടെ നമുക്ക് പള്ളിക്കൂടങ്ങൾ പണിയണം. പള്ളിക്കൂടങ്ങൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഓക്കെ, എന്നാ പള്ളികൾ പണിയണ്ട, നിങ്ങൾ എത്ര പള്ളിക്കൂടങ്ങൾ പണിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അല്ല അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട, അതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം കേരളത്തിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റി, നേരത്തെ നിശാസൽഫി പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ ഈ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത സംഘടനകളുടെയും എല്ലാ വലിയ കോൺട്രിബ്യൂഷൻസ് അതിലെല്ലാം ഉണ്ട്. എന്നിട്ട് അവിടെയുള്ള രാഷ്ട്രീയ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള വോട്ടൊക്കെ നേടിയിട്ടൊക്കെ ഈ പറഞ്ഞ മോഡേൺ ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഒക്കെ ക്രൂക്കഡായ ചിന്തകൾ വെച്ചുകൊണ്ട് അതിനൊക്കെ നേരിട്ടിട്ട് പിന്നെ അവസാനം ഇതിന്റെ എല്ലാം അട്ടിപ്പേരെടുക്കാനാണ് ഇവർ ശ്രമിക്കാറുള്ളത്. ഇനി മറുഭാഗത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കാം. ഇപ്പോ ഒരു ശരാശരി എക്സ് മുസ്ലിം കേരളത്തിൽ ഒരു യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ അയാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന മതവിദ്വേഷമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ വർഗീയതയാണ്. ഈ മനുഷ്യൻ, ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഉദാഹരണം എടുക്കാം, ഒരു മുസ്ലിം ആയ ഒരു ബ്ലോഗർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരാൾ, അയാൾ യൂട്യൂബ് ചാനലിൽ അയാൾ ഇപ്പൊ നമ്മുടെ ഒരു ചാനൽ എടുത്തിട്ട് ഡൊണേറ്റ് ഫോർ വയനാട് റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് റിലീഫ് ഫണ്ടിന്റെ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും ഒന്നും ആലോചിക്കാറില്ല. കാരണം നമ്മൾ അത്തരത്തിൽ ഇതിനെ ഒരു ക്ലാസിഫൈ ചെയ്ത് ആലോചിക്കാറില്ല. പക്ഷെ ഇവിടെ ഉള്ള ഒരു ടിപ്പിക്കൽ എക്സ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അങ്ങനെ ഡൊണേറ്റ് റിലീഫ് ഫണ്ട് എന്നുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ അയാൾ എന്താണ് ഏറ്റവും ആദ്യം ആലോചിക്കുക? വയനാട്ടിൽ എല്ലാവരും രക്ഷപ്പെടുത്താനാണ് ആലോചിക്കുക? അല്ല, കാരണം രക്ഷപ്പെടുന്ന ഓരോ ആളുകളും തീവ്രവാദി എന്ന് പറയുന്ന ചിന്തയാണ് അവർക്കുള്ളത്. അതിനപ്പുറത്തേക്ക് രക്ഷപ്പെടുന്ന ഓരോ ആളുകളുടെയും ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ചിന്തയാണ് അവർക്കുള്ളത്. അതിനപ്പുറത്തേക്ക് രക്ഷപ്പെടുന്ന ആളുകൾ ഒന്നും സമൂഹത്തിനോട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആളുകളാണെന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. അപ്പൊ ഈ ചിന്തയിൽ വെച്ചുകൊണ്ട് ഒരു വസ്തു ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസ കൊടുക്കില്ല എന്ന് പറയില്ലേ, ഈ ചിന്തയാണ് ശരിക്കും ബേസിക്കായിട്ട് അവരിൽ വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ശരിക്ക് ഇതിന്റെ ഓവറോൾ കണക്കൊക്കെ എടുക്കുമ്പോൾ ഇതിലൊന്നും ഇവർക്ക് ഒരു റോളും ഇല്ലാതിരിക്കാനുള്ള കാരണം. അതല്ലാതെ ഇൻഡിവിജ്വലി ഇപ്പൊ ഐഡിയോളജിക്കൽ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നേരത്തെ പറഞ്ഞ ഈ ജബ്ബാർ മാഷോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈത്രിനൊക്കെ പറയുന്നതിന്റെയൊക്കെ താത്വികമായ അവലോകനങ്ങൾ കേട്ട് നമ്മൾ കൊടുക്കേണ്ട തീരുമാനിക്കുന്നതല്ല. പക്ഷെ ഇവരൊക്കെ ഉള്ളിലുള്ള വിദ്വേഷങ്ങൾ, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വർഗീയത, അത് തേട്ടി വരിക പലപ്പോഴും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്.